ഹായ്, എല്ലാവർക്കും ജയലൻ PSC സ്വാഗതം. നമ്മുടെ 5 മിനിറ്റ് സീരീസിൽ നമുക്ക് ഇന്ന് കെമിസ്ട്രിയിലെ ആറ്റം എന്ന് പറയുന്ന ടോപ്പിക്കിലെ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മാതൃക അവതരിപ്പിച്ചത് ആരാണ്? ഓപ്ഷൻസ്: ജെ തോംസൺ, ജെയിംസ് ചാഡ്വിക്, റൂദർഫോർഡ് ആൻഡ് ഗോൾഡ്സ്റ്റൺ. ആരാണ്? നമുക്കറിയാം ആൻസർ വരുന്നത് ഓപ്ഷൻ എ, ജെ തോംസൺ ആണ്. ഇദ്ദേഹമാണ് ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മാതൃക അവതരിപ്പിച്ചത്. ഓക്കെ, അപ്പൊ ആറ്റം എന്ന് പറയുന്ന ടോപ്പിക് ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ നമ്മുടെ കെമിസ്ട്രിയിലെ ഫസ്റ്റ് ടോപ്പിക് കൂടിയാണ് ആറ്റം. ഇതിനെക്കുറിച്ച് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മുടെ എക്സാമിന് വേണ്ടി പഠിക്കേണ്ടത് എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ആറ്റോമിക സിദ്ധാന്തം അല്ലെ, നമ്മുടെ ജോൺ ഡാൾട്ടൺ കൊണ്ടുവന്നിട്ടുള്ള അറ്റോമിക് തിയറി, അതുപോലെ അതിനുശേഷം വന്നിട്ടുള്ള ശാസ്ത്രജ്ഞരും അവരുടെ പരീക്ഷണങ്ങളും കണ്ടെത്തലുകളും ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാറുണ്ട്. അതുപോലെ സബ് ആറ്റോമിക പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഉപ ആറ്റോമിക കണങ്ങൾ, ആറ്റത്തിനകത്ത് കാണപ്പെടുന്ന ആറ്റത്തിനേക്കാൾ ചെറിയ പാർട്ടിക്കിൾസിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ്. ഓക്കെ, ദെൻ വരുന്നത് വിവിധ ആറ്റം മോഡലുകൾ. ഓക്കെ, ഈ സബ് ആറ്റോമിക് പാർട്ടിക്കിൾസിനെ ഒക്കെ കണ്ടെത്തി കഴിഞ്ഞപ്പോൾ വിവിധ ആറ്റം മോഡലുകൾ കൊണ്ടുവരികയുണ്ടായി. അവയെ കുറിച്ചിട്ടുള്ള ഒരു ഐഡിയ നമുക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ ആറ്റത്തിന്റെ ഘടന എന്താണ്, എങ്ങനെയാണ് ആറ്റത്തിനകത്ത് പാർട്ടിക്കിൾസ് ക്രമീകരിച്ചിരിക്കുന്നത് എന്നുള്ള ഘടന പഠിച്ചിരിക്കേണ്ടതാണ്. അതുപോലെ വിവിധ ക്വാണ്ടം നമ്പറുകളും ആറ്റത്തിനകത്തുള്ള ഊർജ്ജനിലകൾ ഏതൊക്കെയാണ്, അവയുടെ ഷേപ്പ് എങ്ങനെയാണ്, അതിൽ എങ്ങനെയാണ് ഇലക്ട്രോണുകളെ ക്രമീകരിച്ചിരിക്കുന്നത് എന്നിങ്ങനെയുള്ള അറിവുകളും നമുക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. ഓക്കെ, സോ നമ്മുടെ ചോദ്യം എന്തായിരുന്നു? നമ്മുടെ പ്ലം പുഡിംഗ് മോഡലിനെ കുറിച്ചിട്ടായിരുന്നു അല്ലെ. അപ്പൊ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും 4 ആറ്റം മോഡലുകളാണ് നമുക്കുള്ളത്. ആറ്റത്തിന്റെ സ്ട്രക്ചറിനെ വിശദീകരിക്കുന്ന 4 ആറ്റം മോഡലുകൾ. അതിൽ ഒന്നാമത്തേതാണ് നമ്മുടെ പ്ലം പുഡിംഗ് മോഡൽ എന്ന് പറയുന്നത്. ഇത് കൊണ്ടുവന്നിട്ടുള്ളത് ജെ തോംസൺ ആണ്. ദെൻ രണ്ടാമത്തെ മോഡലാണ് സൗരയൂഥ മാതൃക. അതായത് ഈ പറയുന്ന പ്ലം പുഡിംഗ് മോഡലിന്റെ ലിമിറ്റേഷൻസിനെ നീക്കിക്കൊണ്ട് കൊണ്ടുവന്നിട്ടുള്ള മോഡലാണ് സൗരയൂഥ മാതൃക അല്ലെങ്കിൽ ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റം. ഇത് പ്രൊപ്പോസ് ചെയ്തത് ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. ഓക്കെ, ന്യൂക്ലിയസ് കണ്ടെത്തിയ, അതേപോലെ പ്രോട്ടോൺ ഒക്കെ കണ്ടെത്തിയ സയന്റിസ്റ്റ് ആയിട്ടുള്ള ഏണസ്റ്റ് റൂദർഫോർഡ് ആണ് സൗരയൂഥ മാതൃക കൊണ്ടുവന്നത്. അതിനുശേഷം ഈ പറയുന്ന മോഡലിന്റെ ലിമിറ്റേഷൻസിനെ നീക്കം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിനെ പരിഹരിച്ചുകൊണ്ട് വന്ന അടുത്ത ആറ്റം മോഡലാണ് നമ്മുടെ ബോർ മാതൃക എന്ന് പറയുന്നത്. ഇത് കൊണ്ടുവന്നത് ആരാണ്? നീൽസ് ബോർ ആണ്. ഓക്കെ, നീൽസ് ബോർ ആണ്. അതുപോലെ നീൽസ് ബോറിന്റെ ഈ ഒരു മാതൃകയ്ക്കും ധാരാളം പരിമിതികൾ ഉണ്ടായിരുന്നു. അവയെ പരിഹരിച്ചുകൊണ്ട് വന്നിട്ടുള്ള അടുത്ത ആറ്റം മോഡലാണ് നമ്മുടെ ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ. ഇതിൽ പ്രധാനമായും കൊണ്ടുവന്നിട്ടുള്ളത് എർവിൻ ഷ്രോഡിംഗർ ആണ് ഈ ഒരു മാതൃക കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ആറ്റം മോഡലുകൾ. ഇവയിലേക്ക് നയിക്കാൻ ഇടയായിട്ടുള്ള അല്ലെങ്കിൽ ഇവ കൊണ്ടുവരുന്നതിന് കാരണമായിട്ടുള്ള പരീക്ഷണങ്ങളും അവയുടെ വിശദീകരണങ്ങളും എല്ലാം തന്നെ ഇമ്പോർട്ടന്റ് ആണ്, ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളതുമാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ആറ്റം മോഡലുകൾ വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ചോദ്യം കൂടെ നോക്കാം. ചില പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. ഇവയിൽ ജെ തോംസണുമായി ബന്ധം ഇല്ലാത്ത പ്രസ്താവന ഏത്? ഓപ്ഷൻസ് ഏതൊക്കെയാണ്? പ്ലം പുഡിംഗ് മാതൃക മുന്നോട്ട് വെച്ചു, അതുപോലെ ഇലക്ട്രോണിനെ കണ്ടെത്തി, ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങൾ നടത്തി, അതുപോലെ തന്നെ ന്യൂട്രോണിനെ കണ്ടെത്തി. നമുക്കറിയാം നമ്മുടെ ജെ തോംസൺ എന്ത് നടത്തിയിട്ടുണ്ട്? ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ് നടത്തിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഒരു കാഥോഡ് റേ ട്യൂബ് എക്സ്പെരിമെന്റ് നടത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരു ഡിസ്ചാർജ് ട്യൂബ് വാക്വം ട്യൂബ് വെച്ചിട്ട് എക്സ്പെരിമെന്റ് നടത്തുകയും ഇതിൽ നിന്ന് ഇലക്ട്രോണിനെ കണ്ടെത്തുകയും ഈ പരീക്ഷണം വഴി ഇലക്ട്രോണിനെ കണ്ടെത്തുകയും ചെയ്തത് ജെ തോംസൺ ആണ്. അതിനെ തുടർന്ന് ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മോഡൽ കൊണ്ടുവന്നതും ജെ തോംസൺ ആണ്. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ആദ്യത്തെ 3 പ്രസ്താവനകളും ശരിയാണ്, അല്ലെങ്കിൽ ജെ തോംസണുമായി ബന്ധം ഉള്ളതാണ്. പ്ലം പുഡിംഗ് മാതൃക കൊണ്ടുവന്നു, ഇലക്ട്രോണിനെ കണ്ടെത്തി, ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങൾ നടത്തി. ബന്ധമില്ലാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി, ന്യൂട്രോണിനെ കണ്ടെത്തി എന്ന് പറയുന്നത് ജെ തോംസൺ അല്ല. ന്യൂട്രോണിനെ കണ്ടെത്തിയത് നമുക്കറിയാം ആരാണ്? ജെയിംസ് ചാഡ്വിക് ആണ്. ഓക്കെ, ജെയിംസ് ചാഡ്വിക് ആണ് ന്യൂട്രോണിനെ കണ്ടെത്തിയത്. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു സീരീസിൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് ആറ്റം എന്ന് പറയുന്ന ടോപ്പിക്കിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലെ ആറ്റത്തെ കുറിച്ച് എന്തെല്ലാം കാര്യങ്ങൾ പഠിക്കണം എന്നുള്ളതും കൂടെ നമ്മളിവിടെ പരാമർശിച്ചിട്ടുണ്ട്. സോ ഇതേപോലെയുള്ള മറ്റു ടോപ്പിക്കുകളുമായിട്ട് നമുക്ക് അടുത്ത സീരീസ് ക്ലാസ്സുകളിൽ വീണ്ടും മീറ്റ് ചെയ്യാം. താങ്ക് യു.